മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 68-ാമത്തെ ദശകത്തിൽ 5, 6, 7 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം: വികരുണോ വനേ സംവിഹായ മാമപഗതോസി കാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവൻ. ഓരോ ഗോപസ്ത്രീകളും ഭഗവാനെ കണ്ടപ്പുണ്ടായതായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ, ചെയ്തികൾ ആണ് പറഞ്ഞുകൊണ്ട് വരണത്. അപ്പോൾ അവിടെ ഓരോരുത്തരെയും പറഞ്ഞു. ഇനിയിപ്പോൾ വേറൊരു സ്ത്രീ അല്പം ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, കലഹം എന്ന് പറയട്ടെ, ഭഗവാനെ കാണാണ്ടായപ്പോൾ ഉള്ളതായിട്ടുള്ള ആ നീരസം പ്രകടിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. വികരുണോ വനേ സംവിഹായ മം അപഗതോസി കാ ത്വാമിഹ സ്പൃശേത്. വികരുണ, യാതൊരു കാരുണ്യവും ഇല്ലാണ്ട്, ദയയില്ലാണ്ട്, വനേ, വനത്തിൽ, കാട്ടിൽ, മാം സംവിഹായ, സംവിഹായ ഉപേക്ഷിച്ചിട്ട്, ആരെ? മാം സംവിഹായ, എന്നെ ഉപേക്ഷിച്ചിട്ട്. എല്ലാ ഗോപസ്ത്രീകളെയും ഉപേക്ഷിച്ചു, പക്ഷെ അതൊന്നും അറിയണില്ല. തന്നെ ഉപേക്ഷിച്ചു, തന്നെ വിട്ടില്ലേ. ഇവിടെ ഈ കാട്ടിൽ ആരും ഇല്ലാണ്ടുള്ളതായിട്ടുള്ള ഈ കാട്ടിൽ രാത്രി സമയത്ത് ഈ കാട്ടിൽ തന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. വികരുണ, കാരുണ്യമില്ലാതെ, ദയവില്ലാതെ, ഈ വനേ, ഈ വനത്തിൽ, മാം സംവിഹായ, എന്നെ ഉപേക്ഷിച്ചിട്ട്, അപഗത അസി, അങ്ങ് പോയില്ലേ. അപഗത അസി, അങ്ങ് പോയവനാണ്, അങ്ങ് പോയി, എന്നെ ഈ കാട്ടിലിട്ടിട്ട് അങ്ങ് പോയില്ലേ രാത്രിയിൽ. കാ ത്വാമിഹ സ്പൃശേത്, ത്വാം ഇഹ കാ സ്പൃശേത്, ത്വാം, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ, ഇഹ ഇവിടെ, കാ സ്പൃശേത്, ആരാ സ്പർശിക്കുക? സ്പർശിക്കില്ല, ഇനി സ്പർശിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. ഈ കാട്ടിലിട്ട് പോയില്ലേ, അപ്പം ഇനി അങ്ങയെ ആരും സ്പർശിക്കില്ല. ഇഹ കാ സ്പൃശേൽ, ആരാണ് അങ്ങയെ സ്പർശിക്കുക? ആരും സ്പർശിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ തൊടില്ല എന്നുള്ള അർത്ഥമാണ്. കാ ത്വാമിഹ സ്പൃശേത്, ആരാണ് അങ്ങയെ സ്പർശിക്കുന്നത്? ഇതി, എന്ന് ഉദ്ദേശിച്ചിട്ടാണോ, എന്ന് കരുതിയിട്ടാണോ? ഇതി സരോഷയാ ഏകയാ, സരോഷയാ, ദേഷ്യപ്പെട്ടുകൊണ്ട്, രോഷത്തോടു കൂടിയ, ഏകയാ, ഒരുവളാൽ, താവത്, ആ സമയത്ത്, ഒരുത്തി ഇങ്ങനെ ദേഷ്യത്തോടുകൂടി, സരോഷയാ ഏകയാ, സരോഷയായ കോപത്തോടു കൂടിയ ഏകയാ, ഒരുവളാൽ, സജലലോചനം വീക്ഷിതോ ഭവൻ. സജലലോചനം, ജലം നിറഞ്ഞ കണ്ണുകളോടുകൂടി, സജലലോചനം, ലോചനം, ലോചനത്തിൽ വെള്ളം നിറച്ചുകൊണ്ട്, ജലം നിറഞ്ഞ കണ്ണുകളോടുകൂടി, ഭവാൻ വീക്ഷിത, അങ്ങ് നോക്കപ്പെട്ടു. അവൾ കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അങ്ങയെ നോക്കി എന്നാണ്. ഞാൻ എന്നെ ഇവിടെ വേറെ ഉപേക്ഷിച്ച് പോയില്ലേ ഈ കാട്ടിലിട്ടിട്ട്, അപ്പം അതുകൊണ്ട് ഇനി ഞാൻ സ്പർശിക്കില്ല അങ്ങയെ എന്ന് പറഞ്ഞുകൊണ്ട്, കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട് അങ്ങയെ നോക്കി എന്ന്. കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ കോപത്തിനേക്കാൾ അധികം ആ കണ്ടതിലുള്ളതായിട്ടൊരു സന്തോഷം, ആനന്ദാശ്രു അവിടെ ഉണ്ട്. ഓരോരെ പോയി കുറേ നേരം കാണാണ്ടായിട്ട് കണ്ടതിലുള്ളതായിട്ടുള്ള ഒരു സന്തോഷം, ആ സന്തോഷാശ്രുവാണ്. പറഞ്ഞത് മറ്റേ തരത്തിലാണെങ്കിലും സന്തോഷമാണ് അശ്രുക്കളിൽ ഉണ്ടായിരുന്നത് എന്നാണ്. രണ്ടും കൂടിയിട്ട് ഇടകലർന്നതായിട്ടുള്ളൊരു ഭാവം, അതാണ് ഗോപസ്ത്രീയുടെ ഹൃദ്യമായിട്ടുള്ള ഭാവമാണ് അവിടെ കവി പറയണത്. അതായത് ദേഷ്യം ഉണ്ടായി, കാണാണ്ട പോയി, പറയാണ്ട പോയി എന്നുള്ള, കാട്ടിൽ വിട്ടുപോയി എന്നുള്ളതിലെ ദേഷ്യം, അതേ സമയത്ത് കണ്ടതിലുള്ളതായിട്ടുള്ള സന്തോഷം, രണ്ടും കൂടിയിട്ടുള്ളതായിട്ടുള്ള ഒരു ഭാവമാണ് അവിടെ ആ ഗോപസ്ത്രീക്ക് ഉള്ളത്. വികരുണോ വനേ, വികരുണ, കാരുണ്യമില്ലാതെ, വനേ മാം സംവിഹായ, കാട്ടിൽ എന്നെ ഉപേക്ഷിച്ചിട്ട്, അപഗത അസി, അങ്ങ് ദൂരെ പോയി മറഞ്ഞു. ഇഹ ത്വാം കാ സ്പൃശേത്, ഇവിടെ അങ്ങയെ ആരാണ് സ്പർശിക്കുക? അതായത് ഇങ്ങനെ കാട്ടിലിട്ട് പോയില്ലേ,
അപ്പം ആരാ സ്പർശിക്കുക, ആരും സ്പർശിക്കില്ല എന്നാണ്. ഇതി എന്നിങ്ങനെ സരോഷയാ ഏകയാ, രോഷത്തോടു കൂടിയതായ ഏകയാ ഒരുത്തിയാൽ താവതപ്പോൾ അങ്ങ് സജലലോചനം ലോചനങ്ങളിൽ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് വീക്ഷിത വീക്ഷിക്കപ്പെട്ടു, നോക്കപ്പെട്ടു എന്നാണ്. അടുത്ത ശ്ലോകം. ഇതി മുദാകുലൈർവല്ലവീജനൈ സമമുപാഗതോ യാമുനേ തടേ മൃദുകുചാംബരൈ കൽപ്പിതാസനേ ഖുസൃണഭാസുരേ പര്യശോഭത. ഇങ്ങനെ പലരുടെയും ഭാവങ്ങൾ ഓരോരുത്തരും ഉണ്ടായതായിട്ടുള്ള പ്രവൃത്തികൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ വിവരിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭഗവാനെ കണ്ടിട്ടുള്ളതായിട്ടുള്ള സന്തോഷം തന്നെയാണ് അത്യധികമായിട്ടുണ്ടായിരുന്നത്. അതുവരെ കാണാതെ കണ്ടപ്പോൾ ഉള്ളതായ ഒരു സന്തോഷം അത് എല്ലാവർക്കും ഉണ്ടായി. അതിനെയാണ് ഇവിടെ പറയണത്. ഇതി ഇപ്രകാരം മുദാകുലൈഹി സന്തോഷം കൊണ്ട് ആകുലരായി തീർന്ന, സന്തോഷം കൊണ്ട് വിവശരായി തീർന്ന, ഇതി മുദാ ആകുലൈഹി സന്തോഷം കൊണ്ട് വിവശരായി തീർന്ന, മുദാകുലൈഹി വല്ലവീജനൈഹി ഗോപസ്ത്രീകളാൽ, ഗോപസ്ത്രീകളോടൊപ്പം സമം, വല്ലവീജനൈഹി സമം, വല്ലവീജനങ്ങളോടൊപ്പം, സമം എന്നുള്ളത് ഒപ്പം എന്ന് കൂടെ എന്നുള്ള അർത്ഥമാണ്. വല്ലവീജനൈഹി സമം, വല്ലവീജനങ്ങളോടൊപ്പം, ഗോപസ്ത്രീകളോടൊപ്പം, ഉപാഗത യാമുനേ തടേ യമുനാ നദിയുടെ തടത്തിൽ ആ തീരത്തേക്ക് എത്തി. കാട്ടിലായിരുന്നല്ലോ ആദ്യം, അവിടുന്ന് യമുനാ നദിയുടെ തീരത്തേക്കുള്ളതായിട്ടുള്ള ആ മണൽത്തട്ടിലേക്ക് വന്നു എല്ലാവരും കൂടിയിട്ട് എന്നാണ്. ആ ഗോപസ്ത്രീകളെയും കൊണ്ടങ്ങ് യമുനാ നദിയുടെ തടത്തിലേക്ക് തീരത്തുള്ളതായിട്ടുള്ള ആ മണൽത്തിട്ടയിലേക്ക് വന്നു. സമം ഉപാഗത യാമുനേ തടേ ആ യമുന തടത്തിൽ വന്നിട്ട് നീ മൃദുകുചാംബരൈ കൽപ്പിതാസനേ കുസൃണഭാസുരേ പര്യശോഭതാ അങ്ങ് ശോഭിച്ചു, പര്യശോഭതാഹ അങ്ങ് ശോഭിച്ചു, അങ്ങ് ഇരുന്നിട്ട് ശോഭിച്ചു എന്നാണ് പറയണത്. എവിടെയാണ് ഇരുന്നത്? മൃദുകുചാംബരൈഹി കൽപ്പിതാസനെ കൽപ്പിതമായ ആസനത്തോടുകൂടി, ഉണ്ടാക്കപ്പെട്ടതായ ഇരിപ്പിടത്തോടുകൂടി, വിരിപ്പ് അവരൊക്കെ വിരിച്ചു കൊടുത്തു, ഭഗവാൻ ഇരിക്കാനായിട്ട് വിരിച്ചു കൊടുത്തു എന്നാണ്. എങ്ങനെ വിരിച്ചു കൊടുത്തത്? മൃദുകുചാംബരൈഹി മൃദുവായിട്ടുള്ള മാർദ്ദവമായ കുചാംബുരങ്ങളെ കൊണ്ട്, കുചത്തെ മൂടാനുള്ളതായിട്ടുള്ള, മറയ്ക്കാനുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ, ഉപരിവസ്ത്രങ്ങൾ, ആ കുചവസ്ത്രങ്ങൾ അഴിച്ച് അവർ ഭഗവാൻ ഇരിക്കാനായിട്ട് ഇരിപ്പിടമുണ്ടാക്കി കൊടുത്തു എന്നാണ്. മൃദു കുചാംബരൈ കുചവസ്ത്രങ്ങളെ കൊണ്ട് കൽപ്പിതമായ ഉണ്ടാക്കപ്പെട്ട ആസനത്തിൽ, ആ ആസനത്തിൻ്റെ വിശേഷണം പറയാണ്. ഖുസൃണ ഭാസുരേ, ഖുസൃണം എന്ന് വെച്ചാൽ കുങ്കുമം, കുങ്കുമം കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ആസനത്തിൽ, അവിടെ കൽപ്പിതാസനേ എന്നുള്ളതിൻ്റെ വിശേഷമാണ് ഖുസൃണ ഭാസുരേ എന്നുള്ളത്. ഖുസൃണം കൊണ്ട്, കുങ്കുമം കൊണ്ട് ഭാസുരമായ ശോഭിക്കുന്നതായ ആ ഗോപസ്ത്രീകൾ തങ്ങളുടെ കുചവസ്ത്രങ്ങളാൽ ഉണ്ടാക്കിയതായ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ശോഭിച്ചു, അവിടെ ഇരുന്നു, വിരിപ്പിലിരുന്നു എന്നാണ്. ഇതി മുദാകുലൈഹി ഇപ്രകാരം മുത്തുകൊണ്ട്, അതായത് സന്തോഷം കൊണ്ട് ആകുലരായി തീർന്ന, വിവശരായി തീർന്ന വല്ലവീജനൈഹി വല്ലവീജനങ്ങളാൽ, വല്ലവീജനങ്ങളോടൊപ്പം, വല്ലവീജനൈഹി സമം വല്ലവീജനങ്ങളോടൊപ്പം, ഉപാഗത വന്നിട്ട് എവിടെ? യാമുനേതടേ യമുനാതടത്തിൽ വന്നിട്ട്, മൃദുകുചാംബരൈഹി കൽപ്പിതാസനേ ഖുസൃണഭാസുരേ മാർദ്ദവമുള്ള കുചവസ്ത്രങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതായ ആസനത്തിൽ, വിരിപ്പിൽ എങ്ങനെയുള്ളതാണ്? ഖുസൃണഭാസുരേ കുങ്കുമം കലർന്ന് മനോഹരമായ, അതായത് അവരുടെ കുചവസ്ത്രങ്ങളാകുമ്പോൾ അവരണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുങ്കുമമൊക്കെ ആ കുചവസ്ത്രങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കുചവസ്ത്രത്തിൽ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ആ കുങ്കുമം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ആ വിരിപ്പിൽ അങ്ങ് പര്യശോഭതാഹ അങ്ങ് ശോഭിച്ചു, അങ്ങ് അവിടെ ഇരുന്നു എന്നാണ്. അടുത്ത ശ്ലോകം. കതിവിധാ കൃപാ കേപി സർവതോ ധൃതദയോദയാ കേചിദാശ്രിതേ കതിചിദീദൃശാ മാതൃശേഷ്വീത്യഭിഹിതോ ഭവൻ
വല്ലവീജനൈ. അവര് ചോദിക്കുകയാണ്, കതിവിധാ കൃപ. കൃപ, ദയ എന്ന് പറയണത് പലതരത്തിലുണ്ട് അല്ലേ? കതിവിധ, അത് എത്ര വിധത്തിലുണ്ട്? ദയ എന്ന് പറയണത് അത് എങ്ങനെയൊക്കെ ഉള്ളതാണ്? കതിവിധ, എപ്രകാരമൊക്കെ ഉള്ളതാണ്? ഏത് വിധത്തിൽ, എത്ര വിധത്തിലുണ്ട് ഈ ദയ എന്ന് പറഞ്ഞാൽ? കാരുണ്യം എന്ന് പറയണത് പലതരത്തിലുണ്ട് തോന്നുന്നു, എത്ര വിധത്തിലുണ്ട് ചോദിക്കുകയാണ് ഭഗവാനോട്. കതിവിധ കൃപ. എന്നിട്ട് ഇവരെന്നെ ചിലത് പറയാണ്, കേപി സർവതഃ ധൃതയോദയാ. കേ അഭി, ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവതഃ ധൃതയോദയാ, എല്ലാവരോടും ദയാണ്. തങ്ങളെ ആശ്രയിക്കണവരോടും ആശ്രയിക്കാത്തവരോടും ദോഷം ചെയ്യണവരോടും, തങ്ങളോട് ദോഷം ചെയ്യണവരും ദോഷം ചെയ്യാത്തവരോടും നല്ലത് ചെയ്യണവരോടും ഒക്കെ ദയാണ് ചിലർക്ക്. കേബി, ചിലർക്ക് എങ്ങനെയാണ്? സർവതഃ ധൃതദയോദയാ, എല്ലാവരോടും, സർവരോടും ധൃതദയോദയാ, ദയയുടെ ഉദയത്തോടെ കൂടിയവരാണ്. ദയയുടെ ഉദയത്തോട് കൂടിയവരാണ്, ദയ കാണിക്കണവരാണ്. എല്ലാവരോടും ദയ കാണിക്കും ചിലർ. ഇനി വേറെ ചിലരെ എങ്ങനെയാണ്? കേബി സർവതഃ ധൃതദയോദയാ. ഇനി കേചിത്, വേറെ ചിലർ ആശ്രിതേ ധൃതദയോദയാ എന്ന് അവിടേക്ക് കൊടുക്കണം. കേചിത് ആശ്രിതേ ധൃതദയോദയാ. കേചിത്, വേറെ ചിലർ തങ്ങളെ ആശ്രയിക്കുന്നവരോട് മാത്രമേ അവർക്ക് ദയ ഉണ്ടാവുള്ളൂ, ആശ്രയിക്കാത്തവരോടില്ല. തങ്ങളെ ആശ്രയിക്കുന്നവരോട് ദയ കാണിക്കും. ആശ്രിതേ ധൃതദയോദയാ, ആശ്രയിക്കുന്നവരിൽ ദയയോട് കൂടിയവരാണ് വേറെ ചിലർ. ഇനി വേറെ ചിലരോ കതിചിത് ഈദൃശാ മാതൃശേഷു അപി. ചിലരാണെങ്കിൽ മാതൃശേഷു അപി, ഞങ്ങളെപ്പോലെയുള്ളവരുടെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലും സർവ്വതും ഉപേക്ഷിച്ച് ആശ്രയിച്ചിരിക്കണവരാണ് ഞങ്ങൾ. ഭഗവാനെ ഗൃഹത്തിലുള്ളവരെയൊക്കെ ഉപേക്ഷിച്ച് അവരൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുള്ളതാണ്. അതൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലുള്ളവർ മുഴുവനെ ഉപേക്ഷിച്ച്, അവരെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങയെ ആശ്രയിച്ച് വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. ഈദൃശേഷു അപി, മാതൃശേഷു അപി, ഞങ്ങളെപ്പോലുള്ളവരോടും ഈദൃശാഹ, ഇപ്രകാരമാണ്, അതായത് ദയ കാണിക്കാത്തവരാണ്. ഭഗവാൻ അങ്ങനെയാണല്ലോ, ഞങ്ങളെയൊക്കെ വിട്ടു പോയില്ലേ, ഞങ്ങളെയൊക്കെ ഇവിടെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയില്ലേ. അങ്ങനെ വേറെ ചിലർ, അങ്ങയെ പോലെയുള്ള ചിലർ മാതൃശേഷു അപി, ഞങ്ങളെപ്പോലുള്ളവരോടും, അതായത് എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ തന്നെ ആശ്രയിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ളതായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരോടും ഈദൃശാഹ, ഇപ്രകാരമുള്ളവരാണ്, അതായത് ദയ കാണിക്കാത്തവരാണ് എന്ന്. അപ്പം അങ്ങനെ ആ ദയ എന്നുള്ളത് 3 തരത്തിലുണ്ട്. ചിലർ എല്ലാവരോടും ദയ കാണിക്കും, ചിലർ ആശ്രയിക്കുന്നവരോട് മാത്രം ദയ കാണിക്കും, ചിലർ ആശ്രയിക്കുന്നവരോടും ദയ കാണിക്കില്ല എന്നാണ്. നല്ലപോലെ ആശ്രയിക്കുന്നവരോടും ദയ കാണിക്കാത്തവരാണ് വേറെ ചിലർ എന്ന് ഉപസ്ത്രീകൾ പറയാണ്. കതിചിദീദൃശാ മാതൃശേഷു അഭി ഇതി എന്നിങ്ങനെ അഭിഹിത ഭവാൻ വല്ലവീജനൈ. ഭവാൻ, അങ്ങ് വല്ലവീജനൈ അഭിഹിത, വല്ലവീജനങ്ങളാൽ, ഗോപസ്ത്രീകളാൽ അഭിഹിത പറയപ്പെട്ടു. ഗോപസ്ത്രീകളിങ്ങനെ അവലാതി പറഞ്ഞു ഭഗവാനോട് എന്നാണ്. എത്ര തരത്തിലാണ് ദയുള്ളത്? കതിവിധ കൃപ, ചിലർ കേവി, ചിലർ സർവതഃ ധൃതദയോദയാ, എല്ലാവരോടും ദയ കാണിക്കണവരാണ്. ധൃതദയോദയാ, ധൃതമായ, ധരിക്കപ്പെടുന്ന ദയയുടെ ഉദയത്തോടു കൂടിയവർ എല്ലാവരും. ധൃതദയോദയാ കേചിദാശ്രിതേ, ചിലർ ആശ്രയിക്കുന്നവരിൽ ദയ കാണിക്കുന്നവരാണ്. കതിചിത് ഈദൃശാ മാതൃശേഷു അപി, വേറെ ചിലർ മാതൃശേഷു അപി, ഞങ്ങളെപ്പോലുള്ളവരോടും ഈദൃശാഹ, ഇപ്രകാരമുള്ളവരാണ്. ഇതി എന്നിങ്ങനെ ഭവാൻ വല്ലവീജനൈ അഭിവിഹിത, അങ്ങ് വല്ലവീജനങ്ങളാൽ പറയപ്പെട്ടു. 3 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. വികരുണോ വനേ സംവിഹായ മാമപഗതോസികാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തുടരുതെന്നെ നീ ദുഷ്ടനിർദയ, കൊടുവനത്തിലെന്തിട്ടുപോയി നീ, അധിക രോഷവും കണ്ണുനീരുമായി കുപിതയന്യയും നോക്കിയങ്ങയെ.
ഇതി ഗുദാകുലൈർവല്ലവീജനൈः സമമുപാഗതോ യാമുനേ തടേ മൃദുകുചാംബരൈः കൽപ്പിതാസനേ കുസൃണഭാസുരേ പര്യശോഭതാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. യമുന തന്നുടേ തീരമെത്തി നീ മുദിത ഗോപിമാരോടു ചേർന്നുടൻ അവരു തീർത്തതാം മാർമറത്തുണി വിരിയിലങ്ങിരുന്നേറെ ശോഭയായി. കതിവിധാ കൃപാ കേപി സർവതോ ധൃതദയോദയാ കേസിതാശ്രിതേ കതിചിദീദൃശാ മാതൃചേഷ്വീത്യഭിഹിതോ ഭവൻ വല്ലവീജനൈः. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പലവിധം കൃപ കാട്ടുമാളുകൾ ചിലരതാരിലും ദാസരിൽ ചിലരിതിങ്ങിനെ ഞങ്ങളോടുമാ മഗതിമാരുടെ നോതി ഗോപിമാർ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.